ഹായ് ഓൾ. അപ്പോൾ നമ്മൾ EC2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഡേ ബൈ 2 AWSൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായി പഠിച്ചുകൊണ്ട് ഡേ ബൈ ഡേ നമ്മളൊരു ബെറ്റർ AWS അല്ലെങ്കിൽ ക്ലൗഡ് ഡെവലപ്പറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ബെറ്റർ അല്ലെങ്കിൽ കൂടുതൽ ക്ലൗഡിൽ നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് നിന്ന് മെയിനായിട്ടിരിക്കുന്ന ഒരു ഡിഫറൻസുകളിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസിങ് എന്ന് പറയുന്ന കാര്യം. ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒരുപാടൊന്നും ചിന്തിക്കില്ല അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ ക്ലൗഡിൽ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് ഫാക്ടർ തന്നെയാണ്. അപ്പം നമ്മൾ ഏതൊരു ക്ലൗഡ് ഡെവലപ്പറും ഈ പറഞ്ഞിരിക്കുന്ന EC2ൻ്റെ അല്ലെങ്കിൽ AWSൻ്റെ അകത്തിരിക്കുന്ന ഏത് സർവീസിൻ്റെ അകത്തും എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം EC2ൻ്റെ കേസിൽ എങ്ങനെയാണ് AWS ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബില്ലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു അല്ലേ? എങ്ങനെയാണ് ബില്ലിംഗ്, ഫൈനൽ ബില്ലിംഗ് എങ്ങനെയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ബില്ലിംഗ് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ഓരോരോ സർവീസിൻ്റെ അകത്തും AWS എങ്ങനെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ക്ലൗഡിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ എക്സ്പെൻസ് അല്ലെങ്കിൽ കാപ്പെക്സ്, ഓപ്പെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പം ക്ലൗഡിൻ്റെ അകത്ത് ഏതൊരു സാധനവും നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ബില്ലാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? അപ്പം നമ്മളുടെ EC2ൻ്റെ കേസിൽ എങ്ങനെയാണ് AWS ആ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നോക്കണേ, ഓരോരോ സർവീസിൻ്റെ കേസിലും AWS ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതികളിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EC2ൻ്റെ കേസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് T2 ഡോട്ട് മീഡിയം ആണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളൊരു ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ അകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്തിരുന്നു അല്ലേ? ആ ഇൻസ്റ്റൻസ് ടൈപ്പാണ് ഹാർഡ്വെയർ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോരോ ഇൻസ്റ്റൻസ് ടൈപ്പുകൾക്കും ഓരോരോ ബില്ലിംഗ് ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരോ പ്രൈസാണ് AWSൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ലോഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പേജ് അല്ലേ? അപ്പോൾ ആ പേജ് പോകുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ ഇൻസ്റ്റൻസ് ടൈപ്പ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീ ടയർ എലിജിബിൾ ആണ്, അതുകൊണ്ടാണ് നമുക്ക് ബില്ലൊന്നും വരാതിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ T2 മീഡിയം പോലുള്ള ഒരു സാധനമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും അല്ലേ? ഈ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ആണിത്. ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ ലിനക്സിന് ഇത്രയാണ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ 1 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $0.0496 വരും. അതേ ഇൻസ്റ്റൻസ് ടൈപ്പിൽ നിങ്ങൾ വിൻഡോസ് ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് $0.7676 ആണ്. നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇൻസ്റ്റൻസ് ടൈപ്പ് ആണ്, അതായത് സെയിം ഹാർഡ്വെയർ ആണ്, പക്ഷെങ്കിൽ ലിനക്സിൻ്റെ കേസിലും വിൻഡോസിൻ്റെ കേസിലും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന പ്രൈസിംഗ് ആണ് AWS ചാർജ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്നത് റീജിയൻ്റെ അകത്തിരിക്കുന്നതാണ് അല്ലേ? അപ്പം ഓരോരോ റീജിയൻ്റെ അകത്തും നമ്മളിപ്പം മുംബൈയിലാണ് ഇരിക്കുന്നത്, മുംബൈയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പിന് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ്. നിങ്ങളിപ്പം റീജിയൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേറെ റീജിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പിന് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബില്ലായിരിക്കും, കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അതായത് റീജിയൻ അനുസരിച്ചിട്ട് ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ കോസ്റ്റും മാറിക്കൊണ്ടിരിക്കും. ചിലതൊക്കെ സെയിം ആയിരിക്കും, ചിലതെല്ലാം ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? 466 ആയിരുന്നു അവിടെ ഇരുന്നത്, ഇത് 464 ആണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോരോ റീജിയൻ്റെ അകത്തും ഇൻസ്റ്റൻസ് ടൈപ്പിന് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന കോസ്റ്റാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം 1 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അല്ലേ? ഇനിയിപ്പോൾ നമുക്കൊന്ന് എങ്ങനെയായിരിക്കും അത് ബില്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ്
സ്റ്റോപ്പ് ചെയ്യുന്നവരെയാണ് ബേസിക്കലി AWS എത്ര സമയം നിങ്ങൾ യൂസ് ചെയ്തു എന്ന് തീരുമാനിക്കുന്നത്. ഇത്ര സമയം യൂസ് ചെയ്തു, അതിനുള്ള ബില്ലാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ പൈസയായിരിക്കും AWS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് 1 അവർ 3 മിനിറ്റ് 34 സെക്കൻഡ്സ് നമ്മളുടെ ഇൻസ്റ്റൻസ് റണ്ണിങ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇത്രയും സമയമാണ് ആക്യുറേറ്റ്, അതായത് 34 സെക്കൻഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ലെവലിൽ ഇരിക്കുന്ന ആക്യുറസി വരെ ഈ പറഞ്ഞിരിക്കുന്ന ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AWS യൂസ് ചെയ്യും. അപ്പം ഇത്രയും സമയമാണ് നമ്മളുടെ ഇൻസ്റ്റൻസ് റണ്ണിങ് ആയിട്ടിരുന്നത് എങ്കിൽ, നമ്മൾ മുംബൈ റീജിയനിലാണ് നമ്മളുടെ ഈ ഇൻസ്റ്റൻസ് ഇരിക്കുന്നത്. അപ്പോൾ മുംബൈ റീജിയൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന T2.medium എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് ടൈപ്പിന് ഇത്രയാണ് പെർ അവർ ബില്ലിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ AWS എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ സമയത്തെ അവൻ ആദ്യം സെക്കൻഡ്സിലോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് സെക്കൻഡ് ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡ്സിലെ ആണ് AWS ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര സെക്കൻഡ്സ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് AWS ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും കേസിലാണ്. വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും EC2 ഇൻസ്റ്റൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ്സ് വൈസ് അല്ലാതെ ഹവർ വൈസിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ്. പക്ഷേ നോർമലി ലിനക്സ്, വിൻഡോസ് പോലുള്ളതെല്ലാം സെക്കൻഡ് വൈസിൽ ഇത്ര സെക്കൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൈസ എന്ന് പറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ 1 അവർ 3 മിനിറ്റ് 34 സെക്കൻഡ്സിന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് 3814 സെക്കൻഡ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ 3814 സെക്കൻഡുകൾക്കായിരിക്കും AWS ബില്ല് ചെയ്യുന്നത്. അതാണ് ആ ഉദ്ദേശിച്ചത്. സെക്കൻഡിനാണ് ബില്ല് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ബില്ലിങ്ങിൻ്റെ എമൗണ്ട് ഇരിക്കുന്നത് 1 അവറിലാണല്ലോ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1 അവറിലോട്ട്, അതായത് നമ്മളുടെ സെക്കൻഡ്സിനെ 1 അവറിലോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇൻറ്റു ചെയ്യും. ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ്, വലിയ കാര്യമായിട്ടുള്ള സാധനമൊന്നും അവിടെ ഇല്ല. നിങ്ങൾ എത്രത്തോളം സെക്കൻഡ്സ് യൂസ് ചെയ്തു അതിനനുസരിച്ചിട്ടുള്ള പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ബില്ലായിരിക്കും വരുന്നത്. അതായത് ഇത്രയും സമയം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന $US ആയിരിക്കും നമുക്ക് ബില്ലായിട്ട് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് ആണ്. അവിടെ കോംപ്ലക്സ് കാര്യങ്ങളൊന്നുമില്ല. ആകെ ഇരിക്കുന്നതെന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് ഇവൻ ബില്ലിങ്, എത്ര സമയം നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് തീരുമാനിക്കുന്നത് സെക്കൻഡ്സിലാണ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്തു അല്ലേ. സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിൽ നമുക്ക് യാതൊരുവിധ EC2 ഇൻസ്റ്റൻസിൻ്റെ പാർട്ടായിട്ട് നമുക്ക് യാതൊരുവിധ ബില്ലും വരത്തില്ല. വേറെ EBS വോളിയം പോലുള്ള കാര്യങ്ങൾക്കെല്ലാം വരിക. പക്ഷേ EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ആ പറഞ്ഞിരിക്കുന്ന വിർച്വൽ കമ്പ്യൂട്ടറിന് നമുക്ക് യാതൊരുവിധ ബില്ലും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് വരത്തില്ല. അത് കുറേ സമയം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് പിറ്റേന്നെങ്ങാനും നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയം യൂസ് ചെയ്തത് 2 അവർ 34 മിനിറ്റ് ആണെങ്കിൽ AWS എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തില്ല അല്ലേ, അതേപോലെ തന്നെ ഇവനെ സെക്കൻഡ്സിലോട്ട് മാറ്റിയിട്ട് ഒരു ബില്ല് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എത്ര തവണ ഇങ്ങനെ യൂസ് ചെയ്തു ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് മന്ത്ലി ആയിരിക്കും നമുക്കൊരു ബില്ല് വരുന്നത്. ഓക്കെ, മന്ത്ലി ആയിരിക്കും നമുക്ക് ഒരു ഫൈനൽ ബില്ല് വരുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സാധനങ്ങളെയും ഇതേപോലെ ഇൻഡിവിജ്വലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവനെല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും ഫൈനലി ഒരു മാസം കഴിയുന്ന സമയത്ത് നമുക്കൊരു ബില്ല് വരുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു ക്യാപ്പ് ഉണ്ട്, ഇനീഷ്യൽ ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്. അതായത് സെക്കൻഡ് വൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇനീഷ്യലി നമ്മളൊരു 30 സെക്കൻഡേ യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ AWS അത് 30 സെക്കൻഡ് അല്ല, ഒരു 1 മിനിറ്റ്, മിനിമം 1 മിനിറ്റിന് ആയിരിക്കും അവൻ ബില്ലിംഗ് വരുന്നത്. അതായത് നിങ്ങൾ 30 സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവൻ മിനിമം 60 സെക്കൻഡ്സ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് പോകും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പിന്നീട് അങ്ങോട്ടിന് അങ്ങനെ ഒരു ക്യാപ്പിംഗ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ 1 മിനിറ്റിലോട്ട് ക്യാപ്പ് ചെയ്യുക എന്ന് പറയുന്നുള്ള കാര്യമൊന്നുമില്ല. പ്രിസൈസ് ആയിട്ടിരിക്കുന്ന സെക്കൻഡ് വൈസിൽ തന്നെയായിരിക്കും, ഇതേപോലെ തന്നെ സെക്കൻഡ് വൈസിൽ തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഇരിക്കുന്ന കുറച്ച് സമയത്തിന് മാത്രം അവൻ 1 മിനിറ്റ്, ഇനീഷ്യൽ 1 മിനിറ്റ്, ഈ 1 മിനിറ്റിൽ കുറവാണെങ്കിൽ അത് 1 മിനിറ്റിലോട്ട് ക്യാപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം അവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ EC2ൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒരേ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, ചില ഇൻസ്റ്റൻസ് ടൈപ്പുകൾക്ക് സെക്കൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ലാത്ത കുറച്ച് ഇൻസ്റ്റൻസ് ടൈപ്പുകളും ഉണ്ട്. അതായത് നോർമലി ലിനക്സ്, വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡിൻ്റെ ഫോമിലായിരിക്കും നമുക്ക് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങള് ബേസിക്കലി EC2 ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പിന് മാത്രമല്ല ബില്ല് വരുന്നത്. EBS വോളിയം, ഡാറ്റ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കൂടി വരും. അപ്പം ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ബില്ല് വരുന്നത് സെപ്പറേറ്റ് കാൽക്കുലേഷൻ ആണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന രീതികളിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാൽക്കുലേഷനിലാണ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന EC2ൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടെ, ഓരോരോ സർവീസിൻ്റെ കേസ് വരുന്ന സമയത്തും അതിലെങ്ങനെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ EC2ൻ്റെ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. ലാംഡ വരുന്ന സമയത്ത് അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫോമിലായിരിക്കും അവൻ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.